റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ ഇപ്പം നമ്മൾ ഹിസ്റ്റോറിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി എപ്പോഴും ബെറ്റർ ആക്കുകയും സിവിലൈസ്ഡ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ കുറെ കൂടെ കൾച്ചറുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ജയിൽ നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ ഇന്നേറ്റ് ആയിട്ടുള്ള 100 പേരെ എടുത്ത് നോക്കിയാൽ ഒരിക്കലും സീരിയസ് ആയിട്ട് റിലീജിയനെ കാണുന്നവരുടെ ഷെയർ മെജോറിറ്റി അല്ല, 90%. ഇപ്പം 100 പേരെ എടുത്ത് നോക്കിയാൽ 90 പേരും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ സീരിയസ് ആയിട്ട് കാണാത്തവരും, റെഗുലറായിട്ട് റിലീജിയസ് പ്രാക്ടീസുകളിൽ പങ്കെടുക്കാത്തവരും, റെഗുലറായിട്ട് ഫാമിലി പ്രയറോ റെഗുലറായിട്ട് ചർച്ച് അറ്റൻഡൻസോ അല്ലെങ്കിൽ ടെമ്പിൾ അറ്റൻഡൻസോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊരിക്കലും റിലീജിയനുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പം റിലീജിയൻ ഒരു പരിധി വരെ എന്നുള്ളതല്ല, മെജോറിറ്റിയും ആൾക്കാരെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അല്ല റിലീജിയൻ ഫെയിലുവർ ആണെങ്കിൽ, അല്ല റിലീജിയൻ ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന 100-ൽ